ഇസ്രായേൽ ചെയ്യുന്നത് മഹാവിഡ്ഢിത്തമാണ്. കാരണം ഹമാസിനെ സംബന്ധിച്ചിടത്തോളം നേതാക്കളുടെ മക്കളെന്നുള്ളതല്ല, നേതാക്കൾ തന്നെ നിരനിരയായി കൊല്ലപ്പെട്ടിട്ടുള്ള അനുഭവമാണ് ആ പ്രസ്ഥാനത്തിലുള്ളത്. അതിൻ്റെ സ്ഥാപകനായിട്ടുള്ള അഹമ്മദ് യാസീൻ, അദ്ദേഹം 2004 കൊല്ലപ്പെടുകയാണ്. അഹമ്മദ് യാസീനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം വീൽ ചെയറിൽ സഞ്ചരിക്കുന്ന മനുഷ്യനാണ്. അതിനു മുമ്പേ 1997 ഇതേ ബെഞ്ചമിൻ നെതന്യാഹു പ്രധാനമന്ത്രിയായിരിക്കുകയാണ്. അന്ന് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ മെമ്പറായിരുന്ന ഖാലിദ് മിഷൽ അന്ന് അദ്ദേഹം ജോർഡാനിലെ അമ്മാനിലാണ് അദ്ദേഹത്തിൻ്റെ ഓഫീസ്. സ്വന്തം മക്കളെയും കൊണ്ട് ബാർബർ ഷാപ്പിലേക്ക് പോവുകയാണ്. ആ സമയത്താണ് മൊസാദിൻ്റെ ഏജൻറ്റുമാർ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് പോയിസൺ സ്പ്രേ ചെയ്യുന്നത്. അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ഈ പോയിസൺ സ്പ്രേ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ അംഗരക്ഷകർ ഇവരെ പിടികൂടുന്നു, കീഴ്പ്പെടുന്നു, ഖാലിദ് മിഷലിനെ ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു. അപ്പോൾ ആ സംഭവത്തിൽ ഈ പിടികൂടപ്പെട്ട മൊസാദ് ഏജൻറ്റുമാർക്ക് പകരമായിട്ട് ജയിലിൽ നിന്ന് വിട്ടയക്കപ്പെട്ട ആളാണ് അഹമ്മദ് യാസീൻ. അദ്ദേഹം 250 വർഷത്തേക്ക് തടവിന് ശിക്ഷിക്കപ്പെട്ട ആളായിരുന്നു. അങ്ങനെ ഗസയിലെത്തിയ മനുഷ്യനാണ് 97. 2004 അദ്ദേഹത്തെ മിസൈൽ അയച്ച് പള്ളിയിൽ നിന്ന് നമസ്കരിച്ച് വീൽ ചെയറിൽ വീട്ടിലേക്ക് വരുമ്പോഴാണ് മിസൈൽ അയച്ച് കൊല്ലുന്നത്. അദ്ദേഹം കൊല്ലപ്പെട്ടതിന് ശേഷം ഹമാസിൻ്റെ നേതൃസ്ഥാനം ഏറ്റെടുക്കുന്ന ഡോക്ടർ അബ്ദുൽ അസീസ് റന്തീസി 2 ആഴ്ചകൾക്ക് ശേഷം അദ്ദേഹത്തെയും കൊന്നു. അപ്പം നേതൃസ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് നടത്തിയ പ്രഭാഷണത്തിൽ റന്തീസി പറയുന്നൊരു വാക്കുണ്ട്: പ്രായം ചെന്ന് കട്ടിലിൽ കിടന്ന് ഉപ്പുറ്റികൾ തമ്മിൽ കൂട്ടിയുരസി മരണപ്പെടുന്നതിനേക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് അപ്പാഷെ ഹെലികോപ്റ്ററിൽ നിന്ന് വരുന്ന ഒരു മിസൈലിനാൽ കൊല്ലപ്പെടുന്നതാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. 2 ആഴ്ച കഴിഞ്ഞ് 2004 മാർച്ചിലാണ് അഹമ്മദ് യാസീൻ കൊല്ലപ്പെടുന്നത്. ഏപ്രിൽ 17 അബ്ദുൽ അസീസ് റന്തീസിയും കൊല്ലപ്പെടും. അതിനുശേഷമാണ് അപ്പോൾ ആദ്യത്തെ നേതാവ്, സ്ഥാപകനായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഹമ്മദ് യാസീൻ കൊല്ലപ്പെടുന്നു. 2 ആഴ്ചയ്ക്ക് ശേഷം അടുത്ത നേതാവ് കൊല്ലപ്പെടുന്നു. അതിനുശേഷമാണ് ഖാലിദ് മിഷൽ ഈ പോളിറ്റ് ബ്യൂറോ ചീഫായിട്ട് ഹമാസിൻ്റെ തലവനായിട്ട് തിരഞ്ഞെടുക്കപ്പെടും. അപ്പോൾ ആ സംഭവങ്ങൾക്ക് ശേഷം ഹമാസ് അതിൻ്റെ സംഘടനാ ഘടനയിലൊരു മാറ്റം വരുത്തുന്നുണ്ട്. എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഹമാസിൻ്റെ തലവനായിട്ടുള്ള ആൾ എന്ന് വെച്ചാൽ ഈ രാഷ്ട്രീയകാര്യ മേധാവി, അതാണ്, അങ്ങനെയാണ് ഒരു പൊളിറ്റിക്കൽ ബ്യൂറോ ചീഫ് എന്നാണ് അവർ പറയുന്നത്. തലവനായിട്ടുള്ള ആൾ ഫലസ്തീൻ ടെറിട്ടറിക്ക് പുറത്ത് കഴിയുന്ന ആളായിരിക്കണം, അല്ലെങ്കിൽ പുറത്ത് കഴിയണം, അല്ലെങ്കിൽ ഈ നിലക്കുള്ള നിരന്തരമായി കൊല്ലപ്പെടുകയും നേതാക്കന്മാരും മാറ്റേണ്ടി വരികയും ചെയ്യുന്ന അവസ്ഥ വരും. അങ്ങനെയാണ് അവർ 3 സ്ട്രക്ചർ കൊണ്ടുവരുന്നുണ്ട് ഹമാസിൻ്റെ ഗസ ഘടകം, വെസ്റ്റ് ബാങ്ക് ഘടകം, ഇൻ്റർനാഷണൽ ഘടകം. ഇങ്ങനെ മൂന്നും ഒരു അർദ്ധ സ്വതന്ത്ര സ്വഭാവത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ റന്തീസി കൊല്ലപ്പെട്ട ശേഷം ഖാലിദ് മിഷൽ ചീഫാവുന്നു. അപ്പോൾ അതിനിടയിൽ ഹനിയ ഗസയിൽ തന്നെ ഉള്ളതാണ്. 2006 അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ 70% വോട്ട് നേടി പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത മനുഷ്യനാണ്. അപ്പോൾ ഗസയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ പരമ്പരകളുടെ തുടക്കം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് 2006 ജാനുവരിയിൽ നടന്ന തെരഞ്ഞെടുപ്പ്. അദ്ദേഹം പ്രധാനമന്ത്രിയാവുന്നു. അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഫ്രീ ആൻഡ് ഫെയർ ഇലക്ഷൻ എന്ന് സർട്ടിഫൈ ചെയ്ത ഒരു ഇലക്ഷനാണ്. 70% വോട്ട് നേടിയാണ് ഇദ്ദേഹം വിജയിക്കുന്നത്. പക്ഷെ ഇദ്ദേഹം പ്രധാനമന്ത്രിയായ ശേഷം അമേരിക്കയും യൂറോപ്യൻ യൂണിയനും ഇസ്രായേലും ഒരേപോലെ പ്രഖ്യാപിക്കുന്നു, ഞങ്ങൾ ഈ സർക്കാരിനെ അംഗീകരിക്കില്ല, ഉപരോധം പ്രഖ്യാപിക്കുന്നു. ശരിക്കും ഈ ഗസ യുദ്ധങ്ങളുടെ തുടക്കം അവിടെ നിന്നാണ്. ഗസ സംഘർഷങ്ങൾ തുടക്കം യഥാർത്ഥത്തിൽ അവിടെ നിന്നാണ്.